ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ത്രെഡ് കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. ഹുക്കിലേക്ക് ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ കയ്യിലേക്ക് ത്രെഡ് ചുറ്റി കൊടുക്കുക. സ്ലിപ്പ് നോട്ട് ഇടുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ചുറ്റിയെടുത്ത് നേരെ വലിച്ചെടുക്കുമ്പോൾ സ്ലിപ്പ് നോട്ട് വീഴും. വർക്കിംഗ് യാൺ പിടിച്ച് വലിക്കുമ്പോൾ ഹുക്കിലേക്ക് മുറുകും. കയ്യിലേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. ത്രെഡിനെ ഈ രണ്ട് വിരൽ കൊണ്ട് ഹോൾഡ് ചെയ്യുക. ചൂണ്ട് വിരൽ 2 തവണ ചുറ്റി നടുവിരലിൻ്റെ നീളത്തിൽ, നടുവിരൽ എവിടെയാണോ നിൽക്കുന്നത് അത്രയും ഗ്യാപ്പിട്ട് ഇങ്ങനെയാണ് ത്രെഡ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഈസി മെത്തേഡ്. ഒന്നുകൂടെ കാണിക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ട് ഹുക്കിൽ ത്രെഡ് വെച്ചതിന് ശേഷം വർക്കിംഗ് യാൺ ആണ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത്. ഇതുപോലെ 2 വട്ടം ചുറ്റി നടുവിരലിൻ്റെ നേരെ വരുന്ന രീതിയിൽ, അതായത് നമ്മൾ ഈ കെട്ടിലേക്കാണ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഈ 2 വിരൽ കൊണ്ട് വർക്കിംഗ് യാൺ വേണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പോയാലും മതി. ഇനി ടൈറ്റ് ആവണം കൂടുതൽ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഒന്നുകൂടെ ഇതുപോലെ ചുറ്റി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ ഇടാം. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക. ഹുക്കിലേക്ക് ത്രെഡ് ഇതുപോലെ ചുറ്റുന്നതിനെയാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. ഇങ്ങനെ യാൺ ഓവർ ചെയ്യുന്ന ഒപ്പം തന്നെ ഹുക്ക് ഒന്ന് ഇതുപോലെ തിരിയണം. ഇതുപോലെ യാൺ ഓവർ ചെയ്യുന്നു. ഹുക്ക് തിരിഞ്ഞിട്ട് കെട്ടിൻ്റെ നേരെ വേണം ഹുക്ക് തിരിഞ്ഞിരിക്കാൻ. എപ്പോഴും വലിച്ചെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതുപോലെ വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു. ഹുക്ക് തിരിച്ച് കെട്ടിന് നേരെ വെച്ചിട്ട് വലിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചെയിനും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയെങ്കിൽ ഒരു വി ടൈപ്പിൽ കാണാം. അതാണ് നമ്മൾ എണ്ണേണ്ടത്. എത്ര ചെയിൻ ഉണ്ടെന്ന് എണ്ണി നോക്കാൻ. ഇത് ഫ്രണ്ട് ഫേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ലൂപ്പും ബാക്ക് സൈഡ് ബാക്ക് ലൂപ്പുമാണ്. അതെപ്പോഴും ചെയിനിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ചെയിനിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിച്ച് കൂടെ പോകുന്നുണ്ട്. അതിനെ ബാക്ക് ബമ്പ് അല്ലെങ്കിൽ ബാക്ക് ഹമ്പ് എന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ ചെയിനിന് പ്രത്യേകമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് എല്ലാം ഒരേ ഈവൻ സൈസിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കത് ഈവൻ സൈസിലായിക്കോളും. ഇതുപോലെ നമ്മൾ ചെയിൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ എണ്ണമെടുക്കാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ നടുക്കൊരു വി പോലെയുള്ളൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എണ്ണി കൊടുക്കാം. നമുക്കിനി സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കണം. ടേണിങ് ചെയിൻ 1 ആണ് സിംഗിൾ ക്രോഷ്യയ്ക്ക്. അത് ഇങ്ങനെ ചെരിഞ്ഞ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ടേണിങ് ചെയിൻ എന്ന് പറയുന്നത്. ടേണിങ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. തൊട്ടടുത്തുള്ള ചെയിനിലേക്കാണ് ബാക്ക് ലൂപ്പ് വഴി ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യണം. ത്രെഡ് വലിച്ചെടുക്കുന്നു. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് വീണിട്ടുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പിനെ ക്ലോസ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സിംഗിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റിച്ച് വീണിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ലെയറിലെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇതേപോലെ തന്നെ വീണ്ടും തൊട്ടടുത്തുള്ള ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഗ്രാബ് ചെയ്തെടുക്കുന്നു. ആദ്യത്തേതുപോലെ തന്നെ 2 ലൂപ്പിനെയും ക്ലോസ് ചെയ്യണം. രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്തത്. 1 2. ഇനി വീണ്ടും തൊട്ടടുത്തുള്ള ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഗ്രാബ് ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് എൻഡ് വരെ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയിനിലും സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടെ തൊട്ട് ഒരു വി പോലെയാണ് സ്റ്റിച്ച് ക്രിയേറ്റ് ആയേക്കുന്ന ചെയിൻ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിങ്ങനെ എണ്ണി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 10 ചെയിൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 11 ചെയിൻ
ബേസായിട്ട് ചെയ്തത്. അതൊരെണ്ണം ടേണിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ടേണിംഗ് ചെയിൻ കൊടുത്തിട്ട് വർക്കിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ത്രെഡ് ഗ്രാബ് ചെയ്യുന്നു. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി ആദ്യത്തേതുപോലെ തന്നെ ഓരോ ഗ്യാപ്പിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ ബാക്ക് സൈഡിലാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് വിസിബിൾ ആണ് അതിൻ്റെ ഹോള്. ആദ്യത്തേതുപോലെ ബേസിക് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിൽ കൂടെ അല്ല ഇവിടെ ചെയ്യുന്നത്. ആ 2 ലൂപ്പും ഹുക്കിൻ്റെ മേലെ വരണം. സിംഗിൾ ക്രോഷ്യയുടെ സെക്കൻഡ് ലെയറിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ഇത്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഈ സ്റ്റിച്ച് ഒന്ന് ചെരിച്ച് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വി സ്റ്റിച്ച് കാണാൻ പറ്റും. ആ 2 ലൂപ്പും ഒരേപോലെ തന്നെ ഹുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തത് ഇതുപോലെ എടുക്കുക. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ ചെയ്യാം. ഓരോ ലെയർ കഴിയുമ്പോഴും നമ്മൾ എണ്ണി നോക്കണം എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന്, മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇവിടെ നിന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇത് കണ്ടില്ലേ, ഒരെണ്ണം ക്രോസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ചെയിൻ മുതലാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് എണ്ണി തുടങ്ങുക. 1 2 3 4 5 6 7 8 9 10. ലൂപ്പ് ലാസ്റ്റത്തെയാണ് 10 വന്നേക്കുന്നത്. ഇനി നമുക്ക് ടേണിംഗ് ചെയിൻ ചെയ്യാം. സിംഗിൾ ക്രോഷ്യയ്ക്ക് 1 ടേണിംഗ് ചെയിൻ ചെയ്തിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ലെയർ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ബേസിക്കായിട്ട് ചെയ്തിരിക്കുന്ന ഈ ചെയിനിൻ്റെ നീളം കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണോ അതിനനുസരിച്ച് ഈ വർക്കിനെ മാറ്റിയെടുക്കാം. ഈ ബേസിക് ചെയിൻ നമ്മൾ ചെയ്ത് കൊടുത്തത് മുകളിലേക്ക് റോ ക്രിയേറ്റ് ആക്കി എത്ര ദൂരത്തിൽ നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ചെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 10 എന്നുള്ളത് കൂട്ടുവാണെങ്കിൽ ഇതിൻ്റെ വീതിയും നമുക്ക് കൂട്ടി അതിനനുസരിച്ച് മുകളിലേക്ക് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫൗണ്ടേഷനായിട്ട് 10 ചെയിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിന് 2 ടേണിംഗ് ചെയിനാണ് വരുന്നത്. ഡബിൾ എന്നുള്ളത് 2 ഓർക്കുക. 2 ടേണിംഗ് ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി മൂന്നാമത്തെ ചെയിനിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫൗണ്ടേഷൻ ചെയിനിൽ എപ്പോഴും അതിൻ്റെ ബാക്ക് ലൂപ്പ് വഴിയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ബാക്ക് ലൂപ്പ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഈ ബാക്ക് ലൂപ്പ് വഴിയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്കൊന്ന് യാൺ ഓവർ ചെയ്യണം ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ടേണിംഗ് ചെയിനിൽ ഹുക്ക് കടത്താൻ പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ചെയിനിലേക്ക് വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. നമുക്ക് ആദ്യം യാൺ ഓവർ ചെയ്ത് കൊടുക്കണം. ഇനി മൂന്നാമത്തെ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ് വഴി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഗ്രാബ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിൻ്റെ 2 എണ്ണമാണ് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കുന്നു. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പും കൂടെ ക്ലോസ് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണിത്. ടേണിംഗ് ചെയിൻ നമ്മൾ എണ്ണത്തിൽ കൂട്ടുന്നില്ല കേട്ടോ. നമ്മൾ ഈ കൊടുത്ത ടേണിംഗ് ചെയിനാണ് അതിൻ്റെ എണ്ണത്തിൽ പെടുത്തണ്ട. വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു. തൊട്ടടുത്ത ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ് വഴി ഇൻസേർട്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ 2 ലൂപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് 2 ലൂപ്പ് വീണ്ടും ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണിത്. ഇതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വരെ ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ സ്റ്റിച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഈ ഹുക്ക് ലൂപ്പ് വരുന്നതാണ് ലാസ്റ്റത്തേത്. 1 2 3 4 5 6 7 8 9 and 10 സ്റ്റിച്ചസ് നമ്മൾ ഉണ്ടാവുന്നു. എപ്പോഴും സ്റ്റിച്ച് നമ്മൾ എത്രയാണോ ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എണ്ണ ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് എണ്ണി നോക്കുക. ഇനി ടേണിംഗ് ചെയിൻ 2 എണ്ണം ഇട്ട് കൊടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഫസ്റ്റ് 2 ലൂപ്പ് ക്ലോസ് ചെയ്തു, രണ്ടാമത്തെ 2 ലൂപ്പ് ക്ലോസ് ചെയ്താണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മുകളിലേക്ക് ഓരോ റോയും ക്രിയേറ്റ് ചെയ്യേണ്ടത്.
എപ്പോഴും നമുക്ക് ലാസ്റ്റത്തെ ചെയിൻ എത്തുമ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്നൊരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് പറഞ്ഞതൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് നോക്കാൻ. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് എണ്ണം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം. ഒരു സ്റ്റിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ നമ്മുടെ വർക്ക് മൊത്തത്തിൽ ഷേപ്പ് വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാവരും എണ്ണി നോക്കാനായിട്ട് ഒരിക്കലും മടി വിചാരിക്കരുത്. ഇതുപോലെ മുകളിലേക്ക് എത്ര റോ വേണമെങ്കിലും ടേണിങ് ചെയിൻ ഇട്ട് കൊടുത്ത് മുകളിലേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. അത് ബേസിക് ചെയിൻ 10 എണ്ണം ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ 2 ടേണിങ് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേണിങ് ചെയിൻ ആണെങ്കിലും മതി ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക്. പഠിക്കുമ്പോൾ 2 എണ്ണം ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. ഡബിൾ ക്രോഷ്യ പോലെ തന്നെ യാൺ ഓവർ ചെയ്ത് ഹുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പായിരിക്കും വരുന്നത്. ഡബിൾ ക്രോഷ്യയുടെ സെയിം ആണ് ഇത്രയും വരുന്നത്. ഈ 3 ലൂപ്പുകളും ഒരേ സമയം ക്ലോസ് ചെയ്യുന്നതാണ് ഡബിൾ ക്രോഷ്യയിൽ നിന്നും ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്കുള്ള വ്യത്യാസം. നമ്മൾ യാൺ ഓവർ ചെയ്ത് ബാക്ക് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്തു, വീണ്ടും ഗ്രാബ് ചെയ്തു. ഈ 3 ലൂപ്പുകളെയും അറ്റ് എ ടൈമിൽ തന്നെ ക്ലോസ് ചെയ്ത് വിടുക. ഇതുപോലെ 3 എണ്ണം ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പം ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി അടുത്ത റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടേണിങ് ചെയിൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. വർക്കിനെ ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചു പിടിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് യാൺ ഓവർ ചെയ്തിട്ട് വേണം ഹുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഫസ്റ്റ് എവിടെയാണ് ഹുക്ക് കടത്തേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഒരു ഹോളിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് എവിടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് മാത്രമായിരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അത് വീഡിയോ കറക്റ്റായിട്ട് കണ്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ റോയും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ച് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ എന്നും ട്രിപ്പിൾ ക്രോഷ്യ എന്നും പറയാറുണ്ട്. ടേണിങ് ചെയിൻ ആയിട്ട് 3 ചെയിൻസ് ആണ് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത്. ഈ 3 ചെയിനിലേക്കും ഇനി ഹുക്ക് കടത്താൻ പാടില്ല. 4th ഈ ചെയിനിലേക്ക് വേണം നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിച്ചുകളിൽ നിന്ന് വ്യത്യാസം എന്ന് പറയാൻ നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്തു. അതിനുശേഷം അവിടെ ഒന്ന് കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് 4th ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ത്രെഡ് ഗ്രാബ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നത് നേരത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ ആദ്യം 2 ലൂപ്പ് ക്ലോസ് ചെയ്തു, രണ്ടാമത് 2 ലൂപ്പ് ക്ലോസ് ചെയ്തു, മൂന്നാമത്തെ ഈ 2 ലൂപ്പും കൂടെ ക്ലോസ് ചെയ്യുന്നു. അതായത് 3 ടൈം നമ്മൾ ക്ലോസ് ചെയ്തു, 2 എണ്ണം വീതം. അതേപോലെ വീണ്ടും ചെയ്യുന്നു. 2 തവണ യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സ്, സെക്കൻഡ് 2 ലൂപ്സ് ആൻഡ് തേർഡ് 2 ലൂപ്സ് ഒരുമിച്ച് ക്ലോസ് ചെയ്തു. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. നമ്മളെപ്പോഴും യാൺ ഓവർ ചെയ്യുമ്പോൾ 2 തവണ യാൺ ഓവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ അത് ഡബിൾ ക്രോഷ്യ ആയിട്ട് മാറും. അപ്പോൾ ഇതുപോലെ 3 ടൈം നമ്മൾ ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അത് കറക്റ്റ് എണ്ണി നോക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. ഇതുപോലെ ഓരോ സ്റ്റിച്ചുകളും നമുക്ക് എണ്ണിയെടുക്കാം. ഫസ്റ്റത്തെ ഈ 3 എണ്ണം ടേണിങ് ചെയിനാണ്, അത് എണ്ണത്തിൽ കൂട്ടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റിച്ചുകളും എണ്ണി 10 എണ്ണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യയുടെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തേക്ക് ചെയ്ത പോലെ തന്നെയാണ് എപ്പോഴും വർക്ക് എണ്ണി നോക്കുക. ഇപ്പോൾ സ്റ്റിച്ച് മുകളിൽ നിന്നല്ല ഇങ്ങനെയാണ് എണ്ണുന്നത്. 1 2 3 4 5 6 7 8 9 and 10. പിന്നെയുള്ളത് ടേണിങ് ചെയിൻ 3 ആണ്, അത് എണ്ണത്തിൽ കൂട്ടേണ്ട ആവശ്യമില്ല.
ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്കുള്ള അടുത്ത റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 3 ചെയിൻ ടേണിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വർക്കിനെ ഫ്ലിപ്പ് ചെയ്ത് നേരത്തെ പോലെ തന്നെ 2 ടൈം യാൺ ഓവർ ചെയ്യണം. ഇനി ആദ്യത്തെ ആ സ്റ്റിച്ചിൻ്റെ സ്പേസിലേക്ക്, അതായത് ചെയിൻ സ്പേസിലേക്ക് 3 ടൈം ക്ലോസ് ചെയ്ത് കൊടുക്കുക, 2 എണ്ണം വീതം. ഇനി ഇതുപോലെ തന്നെയാണ് ബാക്കി അങ്ങോട്ടേക്കും ചെയ്യുന്നത്. എപ്പോഴും യാൺ ഓവർ ചെയ്യുന്നത് 2 ടൈം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ചുകൾ കറക്റ്റായിട്ട് കിട്ടും. ഇത് വലിയ വർക്കുകളൊക്കെ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡ്രസ്സുകളും അതുപോലെ തന്നെ കുറച്ച് വലുതായിട്ട് നമ്മുടെ സ്റ്റിച്ചുകൾ കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നല്ല വിഡ്ത്ത് കൂടിയ സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ വർക്ക് അതിന് വേണ്ടിയിട്ടാണ്, ഈ സ്റ്റിച്ച് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ബേസിക് ലെവലിലെ അവസാനത്തെ സ്റ്റിച്ചാണിത്. ബേസിക് ലെവലിൽ നമുക്ക് എല്ലാ വർക്കുകളും ഇത്രയും സ്റ്റിച്ചുകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്റ്റിച്ചും കൂടെ ഉള്ളൂ ബാക്കി, അത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിലും വേണ്ടതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അതിനായിട്ട് ഞാൻ ഇവിടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലാണ് ചെയ്ത് കാണിക്കുന്നത്. സിംഗിൾ ക്രോഷ്യ പോലെ തന്നെ ലൂപ്പ് കടന്നു വരുന്ന ആ ഒരു ചെയിൻ ഒഴിച്ച് തൊട്ടടുത്തുള്ള ചെയിനിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് ലൂപ്പ് വഴി ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഗ്രാബ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. നമ്മൾ രണ്ടാമതിട്ട ഈ ലൂപ്പിനെ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടില്ലേ? ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ത്രെഡ് ഗ്രാബ് ചെയ്തെടുക്കുന്നു. നമ്മളിപ്പോൾ എടുത്ത ലൂപ്പിനെ ആദ്യത്തെ ലൂപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റിച്ചും തന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകൾക്കും ഫിനിഷിങ് കൊടുക്കാൻ ലാസ്റ്റ് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാറുണ്ട്. അതുപോലെ തന്നെ റൗണ്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ റൗണ്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ചെയിനിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വരുന്നത് ഡബിൾ ലെയറിൽ നമുക്ക് ത്രെഡുകളൊക്കെ ചെയ്യാൻ, അതായത് ബാഗിൻ്റെ വള്ളി പോലുള്ള ചെയ്യാനൊക്കെ ആയിട്ട് ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എത്ര ചെയിൻ വേണോ അതിലേക്ക് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ത്രെഡുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വർക്കും പ്രാക്ടീസ് ചെയ്ത് കൈ വഴക്കിയെടുക്കുക. ത്രെഡ് വലിച്ച് മുറുക്കി ചെയ്യാതിരിക്കുക. തുടക്കത്തിൽ എപ്പോഴും ലൂസാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുറുകിപ്പോവും. നമ്മളിപ്പോൾ പഠിച്ച ഈ ബേസിക് സ്റ്റിച്ചുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് എല്ലാ വർക്കുകളും നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ വഴങ്ങിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചുകളുടെ മുറുക്കവും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക.